7:35 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാവേ. Good evening, everyone. Welcome to day 7 of Asantra, our 15-day journey of learning, growth, and innovation. We are delighted to have you all here for today's session, Pixel, blending human creativity with AI-powered design. As AI continues to transform the creative world, understanding how it can complement human imagination is more important than ever. To guide us through this topic, we are pleased to welcome Mr. Abhikrishna S., product designer at Fudo.ai, who will be sharing his valuable insights and experiences. So we sincerely thank our speaker for joining us today and look forward to an inspiring and informative session. So without further delay, let us begin. A warm welcome to our speaker and to all the participants joining us today. Thank you. Hello, audible. Hello. Hello, audible. Audible, bro. Okay. Thank you, Jasmine, for welcoming me. എൻ്റെ പേര് അഭികൃഷ്ണ. ഞാൻ Fudo.ai product designer ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
ഓൾമോസ്റ്റ് ഒരു 2 year എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇതിലൊരു ഇന്റേൺഷിപ്പ് ആൻഡ് പ്രൊഫഷണൽ വർക്ക് എക്സ്പീരിയൻസ്. സോ ഇന്നത്തെ സെഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ററാക്ട് ചെയ്യാം. ലൈക്ക് നമുക്ക് ജസ്റ്റ് ഒരു സെഷൻ പോലെ എടുത്ത് പോകുന്നതിനെക്കാട്ടിലും ഇന്ററാക്ട് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ മാത്രം പറയുന്ന പോലെ ആയിരിക്കും. ഹലോ, AI powered design അല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണാമോ? ഹലോ, സോ നമുക്കിപ്പോ അറിയാം എന്ന് പറയുന്ന ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ എല്ലായിടത്തും ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഡിസൈൻസിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് എങ്ങനെയാണ് ഏജൻസിനെ പ്രൊഡക്റ്റീവ് ആക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ പെർസ്പെക്റ്റീവിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്താണ് എന്റെ വർക്ക് ഫ്ലോ അല്ലെങ്കിൽ എന്റെ വർക്ക് ഭയങ്കര എളുപ്പത്തിൽ അല്ലെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ AI കാണുന്നത്, rather than a tool. സോ എന്താണ് ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരു 3 days എടുക്കുന്ന ഒരു വർക്ക് എനിക്ക് വേണമെങ്കിൽ അതൊരു 1.5 2 daysനകത്ത് തീർക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ AI കാണുന്നത്. സോ നമ്മൾ ബേസിക്കലി AI യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റിസർച്ച് ചെയ്യാനായിട്ട്, ഇമേജ് ജനറേഷൻ, ലെയർ ക്ലീനപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ നമ്മൾ അത് യൂസ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും AI തരുന്ന ഔട്ട്പുട്ട്സ്. ഫോർ എക്സാമ്പിൾ എല്ലാ AI മോഡൽസിനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഔട്ട്പുട്ട് തരാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്ലോഡ് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ? ക്ലോഡ് ഓക്കെ, നിങ്ങൾ മൈക്ക് ഓൺ ആക്കി പറയാട്ടോ. ലൈക്ക് കൺസെപ്റ്റ് ഇടുന്നതിനെക്കാട്ടിലും ബെറ്റർ മൈക്ക് ഓൺ ആക്കുന്നതായിരിക്കും. ഇന്ററാക്ഷൻ വരുമ്പോഴേ ഡൗട്ട്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ക്ലൗഡിൽ തന്നെ നമുക്കിപ്പം കുറെ മോഡൽസ് ഉണ്ട്. സോൺ, ടോപ്പസ്, ഫേബിൾ 5. ഇപ്പം കറന്റ്ലി ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ബട്ട് അത് യുഎസ് ഗവൺമെന്റ് ബാൻ ചെയ്തൊരു സാധനമാണ് ഫേബിൾ 5 എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറഞ്ഞു തരാം. സോ ഇതിന്റെയൊക്കെ സ്ട്രെങ്ത്തും പൊട്ടൻഷ്യലും മനസ്സിലാക്കി വേണം നമ്മൾ AI മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. എന്റെ വോയിസോ എന്റെ സ്ക്രീൻ ഷെയറിങ്ങോ എന്തെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾക്ക് ലൈക്ക് റിലേറ്റബിൾ ആവുന്നില്ല എങ്കിൽ നിങ്ങൾ പറയണേ. ഓക്കെ, സോ എന്താ ഓരോ മോഡൽസിനും ഓരോ കേപ്പബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നാനോ ബനാന എന്ന് പറയുന്ന ജെമിനിയുടെ ഒരു മോഡൽ ഉണ്ട്. അതിലായിരിക്കും നമ്മൾ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന മിഡ്ജേർണി ആൻഡ് ക്ലോഡ് ഡിസൈൻ, ക്ലോഡ് കോഡ്, ക്ലോഡ് കോവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മോഡൽസും കാര്യങ്ങളും ഉണ്ട്. വോയിസ് ക്ലാരിറ്റി കുറവാണ്. റെസ്റ്റ് ഓൺ എക്സ്പെക്ട് ഇപ്പോഴോ ബ്രോ? കുറവാണോ? ഹലോ, ഓക്കെ, ഓരോ മോഡൽസിനും ഓരോ കേപ്പബിലിറ്റിയാണ്. ആൻഡ് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇൻപുട്ട് പോലെ ഇരിക്കും നമുക്ക് AI തരുന്ന ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബേസിക് മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞ AI അതിന്റെ ഒരു ഹാലൂസിനേറ്റഡ് ഫംഗ്ഷനിൽ അത് സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യും, കുറെ സ്ക്രീൻസ് ക്രിയേറ്റ് ചെയ്യും. ബട്ട് റാദർ ദാൻ നമ്മളൊരു ഒരു പിൻ പോയിന്റ് ആയിട്ടുള്ള കുറെ വേർഡ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട രീതിയിലുള്ള റിസൾട്ട്സ് കിട്ടും.
ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഡിസൈൻ എ പോസ്റ്റർ വിത്ത് ദ എസെൻഷ്യൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നേക്കാളും ഒരു റെഫറൻസ് കൊടുക്കുക. ആ റെഫറൻസിൽ ഇതേപോലത്തെ പോസ്റ്ററാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സ്റ്റൈലിംഗ് ആണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ബേസിക്കലി നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പൊ 90% എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ്ലി ഒരു റിസൾട്ട് തരത്തില്ല. ഗീവ് ജസ്റ്റ് റെഫറൻസ് ആൻഡ് വി ഹാവ് ടു വർക്ക് ഓൺ. അതിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള വേണ്ട രീതിയിലുള്ള ഡിസൈൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ സോ എങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ ടൂൾസും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓൾഡ് ടൂൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിറ്റർമിനിസ്റ്റിക് ഔട്ട്പുട്ട്സ് ആയിരിക്കും തരുന്നത്. ബട്ട് നമ്മുടെ ടൂൾസിലേക്ക് വരുമ്പോഴും നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് നമ്മളൊരു പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ സൊല്യൂഷൻസ് തരും. ഓക്കെ, ചിലപ്പോൾ ട്രഡീഷണൽ ടൂള് ഒരു സൊല്യൂഷൻ ആണ് തരുന്നതെങ്കിൽ ടൂള് മോർ ദാൻ 2 to 3 കമ്പാരിസൺ അല്ലെങ്കിൽ വേരിയേഷൻസ് തരും. ആൻഡ് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്രീനിന്റെ കേസിൽ എനിക്ക് റെക്കമെൻഡേഷൻസ് കാണിക്കണം. സ്പോട്ടിഫൈയിൽ കാണിക്കുന്ന പോലത്തെ റെക്കമെൻഡേഷൻസ് കാണിക്കുന്നത് ഇപ്പം എന്റെ നീഡിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ആ ഡിസൈൻ പ്രോബ്ലം അവിടെ ഫെയിലാണ്. സോ അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 to 3 വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയൻസ് ടൂൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും rather than the traditional tools. ഓക്കെ, പിന്നെ എന്താണ് ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണം യൂസ് ചെയ്യാം, ഒരു ബൗണ്ടറി ഇല്ല, ഒരു ബൗണ്ടഡ് ഫീസ് അല്ല. ബട്ട് ട്രഡീഷണൽ ടൂൾ നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു ബൗണ്ടഡ് ഫീസ് ഉണ്ട്. അത് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എഐക്ക് ആ ലിമിറ്റേഷൻസ് ആസ് എ ഡിസൈനർ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ക്രോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക. കാരണം ഞാനും എക്സ്പീരിയൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്ക് തെറ്റായിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, സോ എന്തുകൊണ്ടാണ് എഐസിന് നമ്മള് ഡിസൈനേഴ്സ് മാത്രമല്ല മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇപ്പൊ എഐനെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ജോലി കളയും, ഇത് ചെയ്യും അത് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എഐക്ക് നമുക്കൊരു ഔട്ട്പുട്ട് തരാൻ പറ്റും. ബട്ട് അത് ഒരു എൻഹാൻഡിലേക്ക് നമ്മളൊരു ക്ലിയർ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ട് നമ്മൾ ഡെലിവർ ചെയ്യണമെങ്കിൽ അതിനൊരു ഹ്യൂമൻ റോള് നീഡഡ് തിങ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് എഐക്ക് കുറെ ബ്ലൈൻഡ് സ്പോട്ട്സും കാര്യങ്ങളുണ്ട്. ആ ബ്ലൈൻഡ് സ്പോട്ട്സ് മേ ബി നമ്മൾ റെഫർ ചെയ്യാൻ വിട്ടുപോയാലും അതൊരു ഔട്ട്പുട്ട് തരും. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്ത് പ്രോപ്പർ ആക്കി ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ക്ലയന്റ്. സോ അതിനെങ്ങനെ പോയാലും ഒരു ഹ്യൂമൻ റോൾ വേണ്ടി വരും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്കൊരു ലൈവ് ഡെമോയിലേക്ക് പോകും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു സ്ക്രീൻ കാണാവോ? ക്ലോഡ് കാണാവോ? ഇല്ല ക്ലോഡ് കാണില്ല. ഇപ്പോഴോ? ഇല്ല കാണുന്നില്ല. കാണാവോ? ഇപ്പൊ കാണുന്നുണ്ട് ബ്രോ. ഓക്കെ, സോ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാം.
design a mobile onboarding screen for a mental health app. Keep it very calm and reassuring. എന്ന് പറയുന്ന ഒരു ടൈപ്പ് ജസ്റ്റ് സിമ്പിൾ സാധനമാണ്. എനിക്ക് എന്താ ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ക്രീൻ ജസ്റ്റ് ഇതാക്കാം. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ചോദിക്കില്ല. നിങ്ങൾക്ക് കറന്റ് നിങ്ങൾ എന്തെങ്കിലും ബ്രാൻഡിങ്ങോ കാര്യങ്ങളോ നോക്കാം. വാട്സ്ആപ്പ് നെയിം ഇപ്പം ക്ലൗഡ് ഇങ്ങനെയാണ്, ബട്ട് എല്ലാ എയും ഇങ്ങനെ ആവണമെന്നില്ല. ഇത് ക്ലൗഡ് ഡിസൈൻ ആണ്. സോ അവർക്ക് വേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്താ അബ്സ്ട്രാക്ട് ഷേപ്സ് അല്ല, ഇത് ഞാൻ റാൻഡം ആയിട്ട് ക്ലിക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണിച്ചു തരാൻ റാൻഡം ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. സോ എന്താ അത് അതിൻ്റെതായ കുറച്ച് പ്രോസസ്സുകൾ ചെയ്തിട്ട് അതെനിക്കൊരു ഔട്ട്പുട്ട് തരും. എന്നാണ് ബേസിക്കലി എ ഐ ചെയ്യുക. പക്ഷെ നമുക്ക് വേണ്ട തിങ് എന്താന്ന് പറഞ്ഞാൽ ഈ എ ഐ എന്ന് പറയുന്ന ഈ എ ഐ തരുന്ന ഔട്ട്പുട്ട് നമ്മൾ കംപ്ലീറ്റ്ലി എന്താ ചെയ്യേണ്ടത്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പക്ക സ്ക്രീൻ ആക്കി മാറ്റണം. ഓക്കെ, ഇവിടെ ഇപ്പൊ കാണാം കുറെ കമ്പോണൻസ് എന്താ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരു HTML ബിൽഡാക്കി കൺവേർട്ട് ചെയ്യുവാണ്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആണ് ബേസിക്കലി ഒരു ഡിസൈൻ ഒരു നമുക്ക് തിരിച്ച് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. പക്ഷെ ആ പ്രോംപ്റ്റ് എത്രത്തോളം നന്നായിരിക്കും എന്നുള്ളൊരു പ്രോംപ്റ്റ് എത്രത്തോളം നല്ലതായിരിക്കും അത്രയും കിടിലായിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. നമ്മളിപ്പോ പ്രോംപ്റ്റിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എററോ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനും അത് ബാധിക്കുന്നില്ല. സോ ഞാൻ റെഡി ആയിട്ട് നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഏതൊക്കെ എഐസ് മെയിൻലി യൂസ് ചെയ്യാറ് ഡിസൈൻ ചെയ്യുമ്പോൾ? ഹലോ, ജെമിനിയിൽ എന്ത് ഡിസൈനാണ് യൂസ് ചെയ്യാറ്? ലൈക്ക് ഇപ്പൊ സ്റ്റിക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റിക്സ് ഉണ്ട്, ChatGPT, നിങ്ങൾ എല്ലാരും ഡിസൈൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ലൈക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണോ, പ്രൊഡക്റ്റ് ഡിസൈനേഴ്സ് ആണോ? സ്റ്റിച്ച് എന്തുവാ? ഓക്കെ, സ്റ്റിച്ചും എന്താ നമ്മുടെ ഗൂഗിളിന്റെ തന്നെ ഒരു എ ആണ്, ഗൂഗിൾ സ്റ്റിച്ച് എന്ന് പറയും. കാണിച്ചു തരാം. നമ്മുടെ UX ഒക്കെ ചെയ്യാനായിട്ട് ബേസിക്കലി എന്താ ഗൂഗിൾ ഇറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗൂഗിൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. കറന്റ് ബീറ്റ വെർഷൻ ആണ്. ഇവിടെ നമുക്ക് ആ പ്രോംപ്റ്റ് തന്നെ കൊടുക്കാം. അപ്പോ രണ്ടും തമ്മിലുള്ള ലൈക്ക് എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അതായത് സ്ക്രീൻ കാണാവോ? ഗൂഗിൾ സ്റ്റിച്ചിങ് സ്ക്രീൻ കാണാം. ക്ലൗഡിന്റെ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പൊ കാണാം. ഓക്കെ, ഞാൻ ആ സെയിം പ്രോംപ്റ്റ് ഞാൻ ഇവിടെ അയച്ചു. ലൈക്ക് ഇവിടെ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും എന്താണ് അവർ എക്സ്പെക്ട് രണ്ടിന്റെയും ഔട്ട്പുട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഒരിക്കലും എന്താണ് ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് തരുമെന്നല്ല പറയുന്നത്. ബട്ട്
ഒരു ഔട്ട്പുട്ട് തരുന്നതിൽ രണ്ട് എ ഏജൻസും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ടൈം എടുക്കും. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് എക്ക് കുറച്ച് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? ഹലോ. സോ എക്ക് കുറച്ച് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എ സ്വന്തമായിട്ട് ഹാലുസിനേറ്റ് ചെയ്യും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഹാലുസിനേറ്റ് ചെയ്യും. സ്ക്രീൻ ആണോ? സ്ക്രീൻ ആണോ? കൊടുക്കാത്ത കണ്ടന്റ് അസ്യൂം ചെയ്യും. സോ അതിനാണ് ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഭയങ്കര ബയാസ്ഡ് ആയിരിക്കും. അതായത് നമ്മള് കൊടുക്കുന്ന ഒരു ടീം കൊടുത്ത എയ്ക്കൊരു ഐഡിയ ഉണ്ട്, ബട്ട് ഇങ്ങനെയാണ് വരുന്നതിനൊരു ഐഡിയ ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ഔട്ട്കം വരത്തില്ല. ആ ഔട്ട്കമ്മിനൊക്കെ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ഔട്ട്കം നമ്മുടെ പ്രൊഡക്റ്റിനെ നല്ലതായിട്ട് ബാധിക്കും. സോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോംപ്റ്റില് എന്താണ് നമ്മുടെ നീഡ്, എന്താണ് നമ്മുടെ നീഷ് എന്നുള്ളത് പ്രോപ്പർലി സ്പെസിഫൈ ചെയ്യുക. ആൻഡ് ഇപ്പോ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് ഒരേപോലത്തെ പ്രോംപ്റ്റ് ഒരു ഏജന്റിലെ രണ്ട് ചാനലിൽ കൊടുത്താലും ചിലപ്പോൾ ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് ആയിരിക്കും തരുന്നത്. മേ ബി അതിന്റെ യു എക്സ് പ്രോപ്പർ ആയിരിക്കത്തില്ല, UI പ്രോപ്പർ ആയിരിക്കത്തില്ല, അതിന്റെ റിസൾട്ട്സ് പ്രോപ്പർ ആയിരിക്കത്തില്ല. സോ അതൊക്കെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രോംപ്റ്റില് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന ഹാലുസിനേഷൻ, ബയാസ്, റെസൻസി, കണ്ടന്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം ഈ 5 ടോപ്പിക്സ് നമ്മൾ മസ്റ്റ് ആയിട്ട് എന്താ ചെയ്യുക, നമ്മള് ഒരു പ്രോംപ്റ്റിൽ ആഡ് ചെയ്തേക്കാം. നമ്മുടെ എയിൽ വരുന്ന ഡിസൈൻ സൈഡിൽ എക്ക് വരുന്ന മൂന്ന് ലെവൽസ് ആണ്: ജനറേറ്റീവ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് റെക്കമെൻഡേഷൻ. നമ്മുടെ പുതിയ കണ്ടന്റ് അല്ലെങ്കിൽ പുതിയ പാറ്റേൺസ് എല്ലാം നമ്മൾ എക്ക് ട്രെയിൻ ചെയ്താലേ ആ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ എക്ക് പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു മെയിൽ അയക്കണമെങ്കിൽ തന്നെ നമ്മുടെ ടോൺ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വോയിസ് ഓഫ് ടോൺ ഒക്കെ നമ്മൾ അതിനെ ഫീൽ ചെയ്താൽ മാത്രമേ അത് പറഞ്ഞു നിർത്തുള്ളൂ. മിഡ് ജേർണിയിലെ ഇമേജ് ജനറേഷൻ ആയിരിക്കും നമ്മൾ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇമേജ് ആണ് ഉദ്ദേശിക്കുന്നത്. കാർട്ടൂണിസ്റ്റിക് ആണോ, റിയലിസ്റ്റിക് ആണോ, സ്കെച്ച് ആണോ, എന്താണ് മീൻസ് നമ്മുടെ നീഡ് നമ്മൾ പറഞ്ഞു കൊടുത്താലേ അത് ജനറേറ്റ് ചെയ്തു. ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോ എന്താ വരുന്നത്, ടെക്സ്റ്റ് ലേബിൾസ് ആവാം, കാറ്റഗറി ഇൻപുട്സ് ആവാം, കുറച്ച് ഗ്രൂപ്പ് ഓഫ് കാർഡ്സ് ആവാം. ഇതെല്ലാം ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഫിൽറ്റേഴ്സ് ആവും. ഇതെല്ലാം ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ്, ജിമെയിൽസിൽ ഇപ്പൊ നമ്മൾ ജിമെയിൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്പാം ആണ്, ഇത് പ്രൈമറി മെയിൽ ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമുക്കത് കാണിച്ചു തരാറുണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ റെക്കമെൻഡേഷൻ. ഇപ്പൊ നമ്മൾ സ്പോട്ടിഫൈ ആയിരുന്നാലും യൂട്യൂബ്, ഏത് സോഷ്യൽ മീഡിയ ആപ്പ് എടുത്താലും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ്, സ്പോട്ടിഫൈ, നമ്മുടെ കറണ്ട് ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് അതിന്റെ തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ റെക്കമെൻഡേഷൻസിൽ കാണിക്കും. സോ ഇത് മൂന്നുമാണ് മെയിൻലി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ലെവൽസ് ഓഫ് AI എന്ന് പറയുന്നത്. ഡിസൈൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആക്ച്വലി 3 പോയിന്റ്സ് ആണുള്ളത്. 1 is prompt, 2nd is model, and 3rd is output.
ഇപ്പോ ഒരു കേപ്പബിൾ അല്ലാത്ത ഏജന്റിന് ഞാൻ അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടും. Yes. Hello. Yeah. So, ഇല്ല ബ്രോ, നോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഇപ്പോ ഡിസൈൻസിന് വേണ്ടിയിട്ട് കുറെ AIs ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിക്സ്, ക്ലോഡ്, V0, ChatGPT maybe can use for research, perplexity. അതൊക്കെ നമുക്ക് റിസർച്ചിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ഓഫ് AIs ആണ് ഈ ChatGPT ആൻഡ് പെർപ്ലെക്സിറ്റി. സോ ഇതിലൊക്കെ നമ്മൾ എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുന്നു? പ്രോംപ്റ്റ് ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോംപ്റ്റ് ഇൻപുട്ട് എങ്ങനെയായിരിക്കും അതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ എങ്ങനെയാണോ അതേ നമ്മൾ പ്രോംപ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ മോഡല് അത് കേപ്പബിൾ ആണെങ്കിൽ അതിന് ട്രെയിൻ മീൻസ് അതിന്റെ ഡേറ്റ അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു പ്രോപ്പർ ഔട്ട്പുട്ട് ആയിട്ട് തരും. ഓക്കെ, സോ ഇതാണ് മെയിൻലി നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് സെയിം ക്വസ്റ്റ്യൻ ഡിഫറെന്റ് റിസൾട്ട്സ് എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഒരു ലാമ്പ് ഡിസൈൻ ചെയ്യാൻ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ലാമ്പിനെ കത്തിക്കുന്നത് എന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബൈക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ലൈക്ക് റാദർ ദാൻ പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണം എന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. വർക്ക് ചെയ്യുന്നത് പഠിക്കണ്ട, ബട്ട് എഞ്ചിന്റെ പ്ലേസ്മെന്റ്സ് എങ്ങനെയായിരിക്കണം എന്നൊരു ഐഡിയ വേണം. അതായത് ഒരു പ്രോപ്പർ ഐഡിയ വേണം എങ്ങനെയൊക്കെയാണ് ഒരു കമ്പോണൻസ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ വേണം. ബട്ട് അതിൽ ഫുൾ നോളജ് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട ആവശ്യമില്ല. സോ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് പോലെയാണ് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോ ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻഡ് എറർ മെസ്സേജ് when something goes wrong. Wrong conditions പലതാണ്. വാർണിംഗ് ആവാം, ഇൻഫോ ആവാം, ഇമ്പോർട്ടന്റ് ആവാം. സോ ഇതിനൊക്കെ ഒരു കളർ റെപ്രസെന്റേഷൻസ്. ബ്ലൂ ഇസ് ഫോർ ഇൻഫോ. വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹലോ 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 ഓഡിബിൾ ആണ് ബ്രോ, കുഴപ്പമില്ല. അല്ല, വോയിസിന്റെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മുടെ പ്രോംപ്റ്റിൽ അത്രയും കാര്യങ്ങളായിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് നോക്കട്ടെ മറ്റേ കാണാം. ഹലോ, കാണാം. ഇത് ജസ്റ്റ് ഒരു സ്ക്രീൻ മാത്രമേ നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളൂ. ഇത് നമ്മൾ റെഫറൻസ് ആക്കി എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ഇതിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മോഡിഫൈഡ് വെർഷൻ ആക്കി നമ്മൾ എന്റെ ഔട്ട്പുട്ട് ആക്കി കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ സ്റ്റിച്ചിന്റെ കൂടെ ഒന്ന് നോക്കട്ടെ. സ്റ്റിച്ചിന്റെ അതും കൂടെ ഒന്ന് കാണിച്ചു. സ്റ്റിച്ചും ആയിട്ടുണ്ട്. കാണാമോ? സ്ക്രീൻ കാണുന്നു? കാണാം. സ്റ്റിച്ച് ഇപ്പൊ ഞാൻ എവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഇതില് എനിക്ക് എന്ത് ടൈപ്പ് ഓഫ് ബ്രാൻഡ് ഗൈഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഏത് ഫോണ്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് കീപ് ഇറ്റ് കാം ആൻഡ് ബി അഷ്യൂർഡ്. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ഒരു ബ്രാൻഡിങ് ഗൈഡ് ഉണ്ടാക്കി ആ ബ്രാൻഡിങ് ഗൈഡ് വെച്ചിട്ടാണ്
ബാക്കിയുള്ള സ്ക്രീൻസ് എല്ലാം ജനറേറ്റ് ചെയ്ത് ഇനി ആസ് എ ഡിസൈനർ ഞാൻ ചെയ്യുന്ന പ്രോസസ് എന്താന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻസ് എല്ലാം ഞാൻ സിഗ്മയിലേക്ക് കോപ്പി ചെയ്തിട്ട് ആ ഇത് മൊത്തം ഇപ്പം എനിക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഫിഗ്മയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഫിഗ്മയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇത് HTML ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പം ഫിഗ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യാം. സോ ബേസിക്കലി ഇങ്ങനെയാണ് ഒരു എഡിറ്റിംഗ് നടക്കുന്നത്. സ്റ്റിച്ചിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇമേജ് ആണെങ്കിൽ പോലും ഇമേജ് പ്ലേസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റിച്ച്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, സെയിം പ്രോംപ്റ്റ് ഡിഫറെന്റ് റിസൾട്ട്സ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോ എന്താണ് സ്റ്റിച്ചിന്റെ ആയിരുന്നാലും ക്ലോഡിന്റെ ആയിരുന്നാലും റിസൾട്ട്സ് രണ്ടും മീൻസ് ടു ഡിഫറെന്റ് എന്താണ്. അതായത് ക്ലോഡിൽ നമ്മൾ പക്കയായിട്ട് കൊടുത്തു, എന്താ കൊടുത്തു, കാണാവോ? ക്ലോഡിൽ നമ്മൾ എന്താ കൊടുത്തത്, ഡിസൈൻ സ്ക്രീൻ എന്ന് കൊടുത്തപ്പോൾ ജസ്റ്റ് ഒരു സ്ക്രീൻ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ഇതിൽ വരുവാണെങ്കിൽ, അതായത് നമ്മുടെ സ്റ്റിച്ചിൽ വരുമ്പോഴത്തേക്ക് സെയിം പ്രോംസ് ആണ് വരുന്നത്, ബട്ട് ഒരു ഓൺ ബോർഡിങ് ഫ്ലോ തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞ് നമ്മുടെ പ്രോംപ്റ്റിംഗ് പോലെ ഇരിക്കും നമുക്ക് വരുന്ന റിസൾട്ട്സ്. സോ വേറൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചത്. ഒരു ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ട് എങ്ങനെയാണ് തരുന്നത് എന്നുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ 6 എവിടെയാണ് സ്ക്രീൻ കാണാവോ? ഇല്ലല്ലോ. ഇല്ല, കാണുന്നില്ല. So, what are the groups, 10 heuristic for conversion AI inference എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒരു ഹാലുസിനേഷൻ വരും. അതായത് ജസ്റ്റ് 10 പറഞ്ഞിട്ടുള്ളൂ. ഗ്രൂപ്സ് ഓഫ് 10 ഹ്യൂറിസ്റ്റിക്സ് ഫോർ എ കൺവേർഷൻ AI ഇന്റർഫേസസ്. നമുക്ക് ഇതേ പ്രോംപ്റ്റ് സ്റ്റിച്ചിലും കൂടെ കൊടുത്തു നോക്കാം. title. So,
ഇപ്പോ നമ്മള് 3 ടൈപ്പ് ഓഫ് വ്യൂ നോക്കിയിട്ടുണ്ട്. ഒന്ന് ഡിസൈനിന്റെ ഇതിൽ നോക്കിയിട്ടുണ്ട്. വൺ നമ്മുടെ എന്താണ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ബുക്കിലുള്ള ഹ്യൂറിസ്റ്റിക് കൺവേർഷൻ ഓഫ് എ ഇന്റർഫേസും നോക്കിയിട്ടുണ്ട്. സോ ഈ പറയുന്ന 10 തിങ്സ് ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. അതായത് ഒരു എന്താ ഒരു UI ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴോ അതിന്റെ കുറെ കേസസ് നമ്മൾ നോക്കും. അതായത് എഡ്ജ് കേസസ് നോക്കും. ഏതൊക്കെ എക്സ്റ്റെൻഡിൽ പോയി എറർ ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് എറർ ആണെങ്കിൽ നേരെ 404 എറർ പേജിലേക്ക് പോകും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു എഡ്ജ് കണ്ടീഷൻ. രണ്ടാമത്തെ എഡ്ജ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ എനിക്ക് ഓപ്പൺ ആവുന്ന പേജ് അല്ലെങ്കിൽ ഒരു യൂസറിന് ഓപ്പൺ ആവുന്ന ഒരു പേജ് വേറൊരു യൂസറിന് ഓപ്പൺ ആവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ എനിക്കിപ്പോ KTയുടെ സൈറ്റിൽ പോകുമ്പോഴത്തേക്കും മേ ബി എന്താണ് എക്സാം രജിസ്ട്രേഷൻ ഓപ്പൺ ആയേക്കാം. ബട്ട് അതേ സാധനം അല്ലെങ്കിൽ അതേ ഫ്ലോ വേറൊരാൾക്ക് ഓപ്പൺ ആവണമെന്നില്ല. അത് ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് ആണ്. സോ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഈ എഡ്ജ് കേസസ് ഒക്കെ നമ്മൾ മൈൻഡിൽ കണ്ടുവേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, സ്ക്രീൻ കാണാമോ? അല്ല ബ്രോ കാണുന്നില്ല. അല്ല, ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്ത ഇപ്പോഴോ ആണോ? കാണാം. ഒരു ഡിസൈൻ സൈക്കിളിൽ നമ്മൾ ഡിസൈൻ സൈക്കിളിൽ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നോർമൽ ഇല്ലാണ്ട് ഒരു ഡിസൈൻ സൈക്കിൾ വരുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു ക്ലയന്റ് ഒരു പ്രോഡക്റ്റിനെ പറ്റി റിസർച്ച് ചെയ്യും. പിന്നെ അതിനെപ്പറ്റി ഐഡിയേഷൻ ചെയ്യും. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ എന്തൊക്കെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഐഡിയേഷൻ സ്റ്റേജ് വരുന്നത്. അത് കഴിഞ്ഞ് ഡിസൈൻ വരും, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്, ഹാൻഡ് ഓഫ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാനുവലി ഡിസൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിന്റെ കൂടെ അഡ്ജസ്റ്റ് ആവുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോപ്പർ ഐഡിയേഷൻ പ്രോംപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഐഡിയേഷൻ ചെയ്ത ഡോക്യുമെന്റ്, റിസർച്ച് ഡോക്യുമെന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് വരുന്ന എന്താണ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഫ്ലോയിലുള്ളൊരു, അതായത് നമ്മളൊരു ആപ്പിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ആ ഫ്ലോ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രോട്ടോടൈപ്പിന്റെ വേർഷൻ കിട്ടും. അത് പിന്നെ മാനുവലി ടെസ്റ്റ് ചെയ്യുക. അത് നമ്മൾ ഫയൽ ഹാൻഡ് ഓഫ് ചെയ്യാറാണ് ഇപ്പൊ ചെയ്യാറ്. അതിൽ ഇപ്പൊ ആ ഡിസൈൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഫിഗ്മയിൽ ഇട്ടിട്ട് മാനുവലി അത് ചേഞ്ച് ചെയ്ത് ചെയ്യാറ്. ഇപ്പൊ പൊതുവെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ റിസർച്ച് സിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ ഡിസൈനർ ഞാൻ ആദ്യം യൂസ് ചെയ്യാത്ത ടൈമിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ എടുത്തും പെട്ടുപോയത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. റിസർച്ചിന് ഭയങ്കര ടൈം എടുത്തു. റിസർച്ച്, വയർ ഫ്രെയിം, ലോ ഫിഡിലിറ്റി, ഹൈ ഫിഡിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിനെ പറ്റി റിസർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ സ്വിഗ്ഗി ഉണ്ട്. സ്വിഗ്ഗി ആസ് എ ക്ലയന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഒരു ആപ്പ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ കോഴ്സ് എന്താന്ന് നോക്കും. അവരുടെ കോഴ്സ് എന്താണ്? ഫുഡ് ഡെലിവറി ആപ്പാണ്. ഓക്കെ, ഫുഡ് ഡെലിവറി ആപ്പ് എങ്ങനെയൊക്കെ ഒരു യൂസറിന് യൂസ്ഫുൾ ആവും, അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്റ്റൻസ് ഉണ്ട്, ഏതൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആരൊക്കെയാണ് ഇവരെ കോമ്പറ്റീറ്റേഴ്സ്, എന്തുകൊണ്ടാണ് ഇവർ എമർജ് ചെയ്ത് നിൽക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഞാൻ മുമ്പ് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ മാനുവലി നോക്കി ചെയ്യേണ്ടിയിരിക്കും.
ബട്ട് ഇപ്പോ എ വന്ന സമയത്ത് ഈ ഡേറ്റാസ് എല്ലാം എയിൽ ഫീഡഡ് ആണ്. ഓക്കെ, അതായത് ഇപ്പോ കറന്റ് മാർക്കറ്റിൽ ഏതൊക്കെ ആപ്സ് ഉണ്ട്, ഏതൊക്കെ ആപ്സ് ആണ് ഈ ഒരു കാറ്റഗറി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത്, എന്തുകൊണ്ട് സ്വിഗ്ഗി എന്ന് പറയുന്ന ആപ്പ് സൊമാറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്പിനെക്കാട്ടിലും എമർജ് ചെയ്ത് നിൽക്കണം, എന്താണ് സ്വിഗ്ഗിയുടെ പെയിൻ പോയിന്റ്സ് ഒക്കെ എന്നുള്ളത് വിത്തിൻ ഒരു 2-3 മിനിറ്റ്സ് എനിക്ക് പെട്ടെന്ന് എടുത്ത് മീൻസ് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി തരും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ട്രസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് ചെയ്യരുത്. ബട്ട് മുമ്പ് ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ 100% എഫേർട്ട് ഇടുന്നേക്കാട്ടിലും ജസ്റ്റ് ഒരു 50-60% എഫേർട്ട് ഇട്ട ബാക്കി 40% നമുക്കിപ്പോ തന്നെ തരുന്നുണ്ട്. അതാണ് ഇപ്പൊ നേരത്തെ റിസർച്ചിൽ എന്താ നമ്മള് മെയിൻലി ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഇഷ്യൂസ്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഔട്ട്പുട്ട് തരണമെന്നില്ല. ഓക്കെ, അതിൽ നമ്മൾ കുറെ ഡിസൈൻസ് നമ്മൾ തന്നെ എന്താ ചെയ്യണ്ടേ, നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും. സ്വന്തമായിട്ട് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും. അത് പ്രോപ്പർ ആക്കി എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ ഇതിൽ കൊടുത്തേക്കുന്ന ഒരു ഔട്ട്പുട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇവിടെ 10 concepts for how a financer could help user understand their spending each in one sentence. അതായത് എന്താണ്, ഒരു ഫിൻടെക് ആപ്പാണ്, ആ ഫിൻ ആപ്പില് എന്താണ് ഫിനാൻസ് ആപ്പിൽ എങ്ങനെയൊക്കെ ഒരു യൂസർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസേഴ്സിന്റെ ക്രെഡിറ്റ് ആ യൂസർ ട്രാക്ക് ചെയ്യുന്നുണ്ടോ, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, പുള്ളിക്കാരന്റെ മണി ട്രാക്ക് ചെയ്യുന്നുണ്ടോ, സ്പെൻഡിങ് ലിമിറ്റ് വെക്കുന്നുണ്ടോ. സോ എന്താണ് അതിൽ കുറച്ച് എഡ്ജ് കേസസ് വരാം. ആ എഡ്ജ് കേസസ് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 2 പോയിന്റ്സ് ഇല്ലേ, അതായത് എ ബാക്ക് മന്ത് റിപ്ലൈ ദാറ്റ് ഷോസ് അല്ലെങ്കിൽ എ സബ്സ്ക്രിപ്ഷൻ 7 ഓഫ് ഡെറ്റ്. അതായത് ഇത് രണ്ടും ഒരു കേസാണ്. അതായത് നമ്മുടെ ബാങ്കിൽ നിന്ന് ഇന്നൊരു കേസിലേക്ക് ട്രാൻസ്ഫർ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു സാധനമാണ് ഈ 2 കേസിലും വരുന്നത്. സബ്സ്ക്രിപ്ഷന്റെ കേസിലായിരുന്നാലും ഒരു മന്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മണി പോവാതിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് പോവാണ്ടിരുന്നത്. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്സ് ആയിരിക്കും തരുന്നത്, ബട്ട് ഹ്യൂമൻസ് അത് ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യണം. അതാണ് ഹ്യൂമന്റെ റോൾ എന്ന് പറയുന്നത് ഡിസൈൻ ഫീൽഡിൽ. സോ എന്താണ് ആക്ച്വലി ഹ്യൂമനും എയും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു UI എങ്ങനെ പോയാലും തരും. പക്ഷെ ആ എയിൽ എങ്ങനെ അത് പ്രോട്ടോടൈപ്പ് ചെയ്യണം, എത്ര മില്ലി സെക്കൻഡ് പ്രോട്ടോടൈപ്പ് വേണം. ഫോർ എക്സാമ്പിൾ എന്താണ് ഈ ഹോവർ സ്റ്റേറ്റ് അറിയാവോ ആർക്കെങ്കിലും? ഹോവർ എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്സ് അറിയാവോ? ഇല്ല. അതായത് എന്തോ മൗസ് മൂവ് ചെയ്യുന്നത്. നമ്മളൊരു ബട്ടണിൽ മൗസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ കാണാവോ? കാണാവോ? കാണാം. ഓക്കെ, സോ ഞാൻ ഈ മൗസ് കൊണ്ടെടുത്ത് പോകുന്നെടുത്ത് ആ ഡോട്ട്സ് വൈറ്റ് ആവുന്നുണ്ടോ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹോവർ. ഇപ്പം ബട്ടണിൽ പോവുകയാണെങ്കിൽ ഇതൊരു ടൈപ്പ് ഓഫ് ഹോവർ ആണ്. സോ ഇതൊക്കെ നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റേജസിലാണ് നമ്മൾ ചെയ്യാറ്. അതായത് ഇപ്പം ഞാൻ ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം.
ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വൈറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഇതിന്റെ ഒരു എന്താ രണ്ട് വൈറ്റ് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ ഞാനിപ്പോ ഒരു കമ്പോണന്റ് ആക്കി കൺവേർട്ട് ചെയ്യുവാണ്, കമ്പോണന്റ് സെറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുവാണ്. ഇവിടെ നിൽക്കും എന്താണ് ഇത് ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോടൈപ്പിംഗ് ആണ്. അപ്പോൾ പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ബട്ടണിലേക്ക് ഹോവർ ചെയ്യുമ്പോൾ, അതായത് ട്രിഗർ എന്ന് പറയുമ്പോൾ ഈ ബട്ടണിലേക്ക് ഞാൻ ഹോവർ ചെയ്യുമ്പോൾ ആ ബട്ടൺ ഏത് സ്റ്റേറ്റിലോട്ട് ആവണം എന്നുള്ളതാണ് ട്രിഗർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്താണ് രണ്ട് കമ്പോണന്റ് കാണിച്ചു. ഇപ്പോ ഈ ട്രിഗറിൽ എന്താണ് ഞാൻ ഓൺ ക്ലിക്ക് ചേഞ്ച് ടു ഫ്രെയിം 2 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഓൺ വൈൽ ഹോവറിംഗ് എന്ന് കൊടുക്കും. ഇൻസ്റ്റന്റ് വേണം, നമുക്കൊരു സ്മാർട്ട് ആനിമേറ്റ് കണ്ടീഷൻ കൊടുക്കും. സോ ഒരു ഫ്രെയിം എടുത്തെടുക്കും. ഈ ഫ്രെയിമിലേക്ക് ഞാൻ എന്റെ കമ്പോണൻസ്, ഇപ്പൊ നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന കമ്പോണൻസ് പോയി എന്താ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുവാണെങ്കിൽ അത് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും സ്ക്രീൻ കാണാല്ലേ, പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അവിടെ എന്താവുക, അവിടെ വൈറ്റ് കാണിക്കുക. ഞാൻ ക്ലിക്ക് ചെയ്യാം, ഹോവർ സ്റ്റേറ്റ് അല്ല, ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അവിടെ ഇങ്ങനെ അക്സെപ്റ്റ് എന്നുള്ള കാണിക്കുക. ബട്ട് ഇൻ കേസ് ഓഫ് ഞാൻ ഹോവർ സ്റ്റേറ്റ് എടുത്തിടുവാണെങ്കിൽ ഇത് ഹോവർ സ്റ്റേറ്റ് ആണ്, സെക്കൻഡ് ബട്ടൺ കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സോ ഇപ്പൊ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ഓഫ് ക്ലോസ് ആകും. ബട്ട് ഞാനിത് ഹോവർ ചെയ്തിട്ട് എന്താണ് ആ പറയുന്ന ബട്ടണിൽ നമ്മൾ കേഴ്സർ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഹോവർ സെറ്റിംഗ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വെച്ചൊക്കെ നമുക്ക് ഈ സ്റ്റേറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം, ഗൂഗിളിന്റെ കമ്മ്യൂണിറ്റി കിറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ പാക്കേജ്? ഇതാണ് ബേസിക്കലി എന്താ യുഐ കിറ്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിയിലേക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിസൈൻ സിസ്റ്റം ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഗൂഗിൾ മെറ്റീരിയലിസ്റ്റിക് കിറ്റ് എന്ന് അടിക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ഫിഗ്മ യൂസ് ചെയ്യാറാണ്. ഹലോ, ഓക്കെ, ഡിസൈൻ സിസ്റ്റം ആരൊക്കെ ചെയ്യുന്നുണ്ട്? എൻ്റെ അകത്ത് ഡിസൈൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ? അപ്പൊ ഞാൻ ഇതിലേക്ക് മെറ്റീരിയൽ ഡിസൈനിന്റെ 357 കമ്പോണൻസ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം കാണും. അതായത് ആപ്പ് ആർട്സ്, ബാഡ്ജസ്, ഇതിന് എനിക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കിട്ടാൻ മാത്രം മതി.
ബട്ടൺസ്, കാർഡ്സ്, കെറോസിൽസ്, ചെക്ക് ബോക്സ്. സോ ഇത് ഒരു ഡിസൈൻ സിസ്റ്റം ആക്കി അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിറ്റ്സ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ഫ്രീ ഡിസൈൻ കിറ്റ്. അതായത് നമ്മുടെ ഗൂഗിള് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ ഫോംസിലും കൊണ്ടുവന്നിരിക്കുന്ന UI ചേഞ്ചസ് ഇതാണ്. ഇപ്പൊ നമ്മുടെ ആപ്പ് ബാർസ് ആയാലും എന്താണ് മെനു ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഇതിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആ കിറ്റ് നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്. ഇപ്പോ അവതാർസ്, നിങ്ങൾ ആരെങ്കിലും ഗൂഗിൾ പ്ലേ യൂസ് ചെയ്യാറുണ്ടോ? പ്ലേ ഗെയിംസ്, പ്ലേ സ്റ്റോറില്ല, പ്ലേ ഗെയിംസ്. അതിലൊക്കെ ഇങ്ങനത്തെ അവതാർസ് ഇവര് ക്രിയേറ്റ് ചെയ്തിടും. ഇത് ഓരോ അവതാറായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കയറുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ സൈൻ ചെയ്യുമ്പോഴത്തേക്കും ഓരോ അവതാർസ് ഓട്ടോമാറ്റിക്കലി വരിക ചെയ്യാൻ നമുക്ക് മീൻസ് അത് ചേഞ്ച് ചെയ്യാനും പറ്റും. സോ ഇപ്പോൾ ഞാൻ ആപ്പ് ബാർസ്, ഈ പറഞ്ഞിരിക്കുന്ന ആപ്പ് ബാർസും കാര്യങ്ങളാണ് എനിക്ക് നേരത്തെ ഞാൻ കാണിച്ചത്. എനിക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇതൊക്കെ നമുക്ക് AI വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആക്ച്വലി ക്ലോഡും ഫിഗ്മയായിട്ട് കണക്ട് ചെയ്ത നമുക്ക് ഇതൊക്കെ ക്ലോഡിൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതൊരു എന്തായിട്ട് വരിക, നമുക്കൊരു ഡിസൈൻ സിസ്റ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോറി കേസ്, എനിക്ക് കുറച്ച് വയ്യാണ്ടായിരിക്കുക, അതാണ് ഈ ലാഗ് അടിക്കുന്നത്. ബട്ടൺസിന്റെ കേസിലായാൽ പോലും ലേബൽ ബട്ടൺസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ബട്ടൺസിന് പോലും ടൈപ്പ് ഓഫ് ടോൺസ് പലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെമാറ്റിക് കളേഴ്സ് ആണ്, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കളേഴ്സ് കാണും. ഈ കളേഴ്സ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ ബട്ടൺസ് ഉണ്ടാക്കി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഈസിലി അക്സസിബിൾ ആയിരിക്കും ചെയ്യാനായിട്ട്. സോ ഇതൊക്കെ നമുക്ക് മോസ്റ്റ്ലി ഡിസൈൻ സിസ്റ്റം വെച്ച്, സോറി AI വെച്ച് സ്വന്തമായിട്ട് നമുക്ക് ഡിസൈൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് പണ്ട് ഭയങ്കര ടൈം കൺസ്യൂമിങ് സാധനമായിരുന്നു. ബട്ട് ഇപ്പം എന്താണ് മോസ്റ്റ്ലി അത് ഈസിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്, അതായത് നമ്മുടെ UX കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ എന്താണ് ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അതിൻ്റെ അകത്ത് കുറച്ച് UX പ്രോസസ് ഉണ്ട്. ആ UX പ്രോസസ്സ് നമ്മൾ AI കൊടുക്കുകയാണെങ്കിൽ 100% നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഇതിന് കുറച്ച് ഔട്ട്പുട്ട്സ് കണ്ടുകൊണ്ട് വരാൻ പറഞ്ഞ AI ആദ്യം ചെയ്യുന്നത് ആ പ്രോബ്ലം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് അതിന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് AI തന്നെ നമുക്ക് തരും. അതിന്റെ എറർ സ്റ്റേറ്റ്സ് ആയിരുന്നു, അപ്പോൾ എറർ സ്റ്റേറ്റ്സും അതിന് ട്രസ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് തരും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താ പറയുമ്പോൾ സൊമാറ്റോയില് ഞാൻ എന്താ ഓർഡർ ബുക്ക് ചെയ്തു, ഞാൻ ഫുഡ് ബുക്ക് ചെയ്തു, ബട്ട് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് മേ ബി സെർവർ സൈഡിൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ കോഡിംഗ് ബേസ്ഡ് ഇഷ്യൂ ആയിരിക്കാം. അപ്പൊ അവിടെ എന്താ ഒരു സൊല്യൂഷൻ കാണിക്കേണ്ടതെന്നുള്ളൊരു സാധനം ആസ് എ ഡിസൈനർ എനിക്ക് പെട്ടെന്ന് വന്നില്ലെങ്കിൽ ഞാൻ AI കൊടുത്ത മേ ബി ഒരു 3 to 4 ടൈപ്സ് ഓഫ് വേരിയൻസ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, എന്താണ് ഒരു 404 എറർ സ്റ്റേറ്റ് അല്ലെങ്കിൽ 503 എറർ കോഡൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ക്രീൻസ് നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, finally, when should AI act at all?
എപ്പോഴാണ് AI സ്വന്തമായിട്ട് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ റിസർച്ചിന് ഇപ്പോ ടോട്ടലി 90% റിസർച്ച് AI ആണ് ചെയ്യുന്നത്. 10% മാത്രമായിരിക്കും ഇൻപുട്സ് വരുന്നത്. ഡെഫിനറ്റ്ലി വൈറസ് റേയും എന്താണ് റിസർച്ച്. ഓക്കെ, റിസർച്ച് നമുക്ക് കൊടുക്കുമ്പോഴത്തേക്കും ജസ്റ്റ് എന്താണ് പ്രൊഡക്റ്റ് എന്ന് മാത്രമല്ല അതിൻ്റെതായ ഡേറ്റാസ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യോ ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആന്റി ഗ്രാവിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു വലിയൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, എനിക്കൊരു ഫുൾ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ആ പ്രോംപ്റ്റില് കൈവയ്ക്കുന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടായിട്ടാണോ? ഹലോ, അല്ല ഓക്കെ. ആന്റി ഗ്രാവിറ്റിയിലൊക്കെ നമ്മള് ഇപ്പോൾ വൈറ്റ് ബോർഡിങ് ടൂളാണ് ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സോ ആന്റി ഗ്രാവിറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലാർജ് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കോഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാ വേണ്ടത്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ വേണം പോകണ്ടേ, അതോ ഫസ്റ്റ് തന്നെ ഫുള്ളി ഐട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വേണോ, അതോ എല്ലാ ടൈമും ഓരോ കോഡ് ബേസിൽ റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോഡ് ബേസിലും ചേഞ്ചസ് വരുത്തുമ്പോൾ റിവ്യൂ ചെയ്യണോ, അതോ ഫുള്ളി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിന് അപ്രൂവൽ എടുക്കുകയാണോ വേണ്ടത്? അതായത് 4 സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ഒരു ചെറിയ പ്രോജക്റ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് തീർക്കും. അതായത് വിത്തൗട്ട് ടേക്കിംഗ് എനി പെർമിഷൻസ് ഫ്രം ദ യൂസർ അത് നമുക്ക് ഫുള്ളി ഫങ്ഷൻഡ് ആയിട്ടുള്ളൊരു ലാൻഡിംഗ് പേജ് നമുക്ക് കിട്ടും. ബട്ട് ഒരു വെബ്സൈറ്റിന്റെ കാര്യങ്ങളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഈച്ച് സ്റ്റേജിൽ നമ്മൾ ശരിക്കും ഇതിന്റെ ചേഞ്ചസ് വരുത്തണം. കാരണം അത്രയും ടോക്കൺസ് അവിടെ എന്താണ് ഇഷ്യൂ വരെയാണ്. ഇതിനെയാണ് ഡിസിഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഡിസൈനർ ഒരു എൻഡ് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തിങ്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും യൂസർ തിങ്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഞാൻ ചെയ്ത പ്രോഡക്റ്റിന് എന്തെങ്കിലും ഹാംനെസ്സോ അല്ലെങ്കിൽ എറർസോ വരുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ദ യൂസർ നോ AI ഈസ് ഇൻവോൾവ്. അതായത് ഒരു യൂസറിന് ഒരു ആപ്പിലേക്ക് എന്താണ് കൺസിസ്റ്റന്റ് ആയി നിർത്തുന്നത് ആ ആപ്പും യൂസറും തമ്മിലുള്ള ഒരു ട്രാൻസ്പെറൻസി ആണ്. ഇപ്പൊ യൂസറിന്റെ അടുത്ത് ചോദിക്കാതെ യൂസറിന്റെ ഡേറ്റാസ് എടുക്കുന്നുണ്ടെന്ന് യൂസർ അറിഞ്ഞാൽ പിന്നെ ആപ്പ് ആരെയും യൂസ് ചെയ്യത്തില്ല. സോ അത് വൺ ഓഫ് ദ തിങ് ആണ്. ആൻഡ് ക്യാൻ ദ യൂസർ കറക്റ്റ് ഓവർ റൈറ്റ് ദ AI? അതായത് നമ്മുടെ കൺട്രോൾ ഫണ്ടമെന്റൽസ് AI ഡയറക്ട്ലി യൂസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറെ ചേഞ്ചസും കാര്യങ്ങളുണ്ടാവും. സോ ആ ഒരു ഫണ്ടമെന്റൽ കൺട്രോൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂസറായിട്ട് യൂസേഴ്സിന് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്താം. ആൻഡ് നമ്മൾ എൻഡ് പ്രൊഡക്റ്റ് ആക്കി ഇറക്കിയ ഒരു ഡിസൈൻ നമ്മൾ പല ഗ്രൂപ്പ്സ് ഓഫ് ആൾ, ഇപ്പൊ ഏജ് ഗ്രൂപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ടീനേജേഴ്സ് ഉണ്ടാവും, അഡൽട്സ് കാണും, ഓൾഡ് ഏജ് ആൾക്കാർ കാണും. സോ അവരുടെ എല്ലാവരും കാര്യങ്ങൾ യൂസേഴ്സിലേക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ അവരുടെ റെസ്പോൺസ് എടുക്കുക. ആൻഡ് എന്ത് ടൈപ്പ് ഓഫ് എഡ്ജ് കേസസ് ആണ് മീൻസ് അവർ കണ്ടുപിടിക്കുന്നതെന്നുള്ളൊരു കാര്യം ഡിസൈനേഴ്സും മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോണ്ട് കേസ് ഞാൻ പറഞ്ഞുതരാം. ഫോണ്ട് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ ഫോൺസ് ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ടീനേജേഴ്സ് എല്ലാം പ്രിഫർ ചെയ്യുന്ന സ്മോൾ ഫോൺ ടൈപ്പ് ആണ്. ഓക്കെ, ഇതെല്ലാം ഒരു എഡ്ജ് കേസ് ആണ്. ഇത്രയാണ് എന്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്. സോ you guys have any questions?
ആക്ച്വലി ലെറ്റ് മീ കൺക്ലൂഡ്. അതായത് ഒരു ഡിസൈനർ ആസ് എ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഡിസൈൻ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒന്നും കവറപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലൈക്ക് നമ്മുടെ ആ പ്രോസസ്സിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പോകരുത്. മോഡൽസ് സസ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുന്ന മോഡൽസ് അതിന് ക്യാപ്പബിൾസ് ആണോ എന്ന് നോക്കുക എന്നൊക്കെ മസ്റ്റ് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ യെസ്, ഹലോ, എനി ഡൗട്ട്സ്? എനിക്ക് പറയാം, എന്ത് വേണം ചോദിക്കാം. എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയത്, കാരണം കുറച്ച് സ്നീസിങ് ഹോൾഡും ആയിട്ടാണ് വരുന്നത്. സോ അതിൽ KP പറഞ്ഞു. ഹലോ ബ്രോ, പിന്നെ നമ്മൾ ചെയ്യുന്ന ഡിസൈനൊക്കെ പ്രൊഡക്ഷൻ ലെവലിൽ പോവുകയാണെങ്കിൽ അതിന് റൈറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമോ യൂസ് ചെയ്യുമ്പോൾ? മനസ്സിലായോ ബ്രോ? അതിന്റെ റൈറ്റ് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ പ്രൊഡക്ഷൻ ലെവലിലൊക്കെ ആണെങ്കിൽ അതിന്റെ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ആക്ച്വലി AI തരുന്ന പ്രൊഡക്ഷനൊന്നും നമുക്ക് റൈറ്റ്സ് എന്താണ് അപ്പീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് ഒരു തമ്മിലായാൽ പോലും നമുക്ക് ഒരു റൈറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഒരു ഇഷ്യൂ ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഇപ്പൊ സ്റ്റാർട്ടപ്പ് കമ്പനീസിലൊക്കെ നമുക്കിപ്പോ പ്രോഡക്റ്റ് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ UX ഡിസൈനേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നിരിക്കില്ല. മാക്സിമം 1 or 2 ആൾക്കാരെ കാണത്തുള്ളൂ. ബട്ട് അവർക്ക് അറ്റ് എ ടൈം മേ ബി 3 to 4 വർക്ക്സ് വന്നേക്കാം. ഒരു 2 ആൾക്കാർക്കൊക്കെ എന്താണ് 2 പേഴ്സൺസിന് അറ്റ് എ ടൈം 4 പ്രോജക്ട്സ് അല്ലെങ്കിൽ 5 പ്രോജക്ട്സ് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ലോ ക്ലൈന്റ് ഉള്ള ലോ ക്ലൈന്റ് വർക്കുള്ള ആൾക്കാരെല്ലാം AI യൂസ് ചെയ്താണ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും അതൊരു റൈറ്റ്സ് ഇഷ്യൂ വരുമെന്ന് ചോദിച്ചാൽ വരത്തില്ല. മെയിൻലി വരാറില്ല. ഇപ്പൊ എന്റെ കമ്പനി പോലും AI യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ആ ഫയൽ കാണിക്കാൻ പറ്റുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാൻ എന്താണ് AI ഡയറക്റ്റ് ഡിസൈൻസ് നമ്മൾ ഫിഗ്മയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് ചേഞ്ചസ് വരുത്തി പ്രൊഡക്ഷൻ കൊടുക്കാറാണ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യാറ്. അല്ലാണ്ട് AI ജനറേറ്റ് ചെയ്ത സ്ക്രീൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അതിൽ KP as a lot of Instagram reels saying unlimited cloud and everything. How does this website work without worry about tokens? Okay, ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ മീൻസ് ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഗിറ്റ് റിപ്പോസ് ഉണ്ടാക്കും. ഈ ഗിറ്റ് റിപ്പോസ് നമ്മുടെ ക്ലോഡിലേക്ക് സ്കില്ലായിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും, മേ ബി ഞാനിത് ട്രൈ ആക്കിയിട്ടില്ല, ലൈക്ക് എന്റെ ഒരു അറിവിലാണ് പറയുന്നത്, സ്കില്ലേക്ക് അല്ലെങ്കിൽ ഒരു കണക്ടറാക്കി ആഡ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഈ ക്ലോഡ്സിന്റെ എന്താ പറയുന്നത് ഇതിന്റെ ടോക്കൺസിന്റെ എണ്ണം കൂടുക. ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ ടോക്കൺസിന്റെ എണ്ണം കൂട്ടുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ മോഡൽസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽസിന്റെ ഔട്ട്പുട്ട് ലെവൽ കുറച്ച് ചെറുതായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലിമിറ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു പ്രോംപ്റ്റിന് നമ്പർ ഓഫ് ടോക്കൺസ് പോകുന്നത് ലിമിറ്റ് ചെയ്യും. അതാണ് മെയിൻലി ചെയ്യുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ പറഞ്ഞുതരാം, എന്താണ് നമ്മുടെ എന്താ ഒരു ചാറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു 20 to 23 കോൺവെർസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ചാറ്റിലേക്ക് പോകുമ്പോൾ പ്രീവിയസ് ചാറ്റിൽ എന്താണ് നടന്നതെന്ന് ഒരു AIക്കും റീഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ അതിന്റെ സമ്മറി എന്തായാലും നമ്മൾ കീപ്പപ്പ് ചെയ്ത് പോയിട്ട് മാത്രം പുതിയ ചാറ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ബാക്കിയുള്ള ഇത് വരത്തുള്ളൂ. സോ എന്താ ബാക്കിയുള്ള ഡേറ്റസ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പറ്റത്തുള്ളൂ. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോഡിന്റെ ഔട്ട്പുട്ടിന്റെ പ്രൊഡക്ഷൻ ഭയങ്കര ലിമിറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഈ പറയുന്ന
മറ്റേ ഇൻസ്റ്റാ റീൽസിൽ കാണുന്ന കാര്യം. ക്ലോഡിൽ സ്റ്റുഡന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ പറ്റൂ ടു ഗെറ്റ് നോ ഫീച്ചേഴ്സ് ഫോർ ഫ്രീ. ആക്ച്വലി ക്ലോഡ് അങ്ങനത്തെ ഒരു ഇതില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് ജെമിനിയിൽ നമുക്ക് സ്റ്റുഡന്റ് പ്ലാൻ കിട്ടും. ആ സ്റ്റുഡന്റ് പ്ലാന് എല്ലാ ജെമിനിയിൽ ഇപ്പം ആന്റിഗ്രാവിറ്റി ആയിരുന്നാലും എന്താണ് സ്റ്റിച്ച് അതിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ക്ലോഡിന് അങ്ങനെ ഒരു സ്റ്റുഡന്റ് പ്ലാൻ ഇല്ല. ക്ലോഡിന്റെ മന്ത്ലി പ്ലാൻ വരുന്നത് 2000 സംതിങ് ബേസിക് പ്ലാൻ. അത് പെട്ടെന്ന് ലിമിറ്റഡ് ഇല്ല. So, yes, any other questions? ഡിസൈൻ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡിസൈൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാമോ? ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊരു ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സ്റ്റഡീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്തൊക്കെയായിരിക്കും? ഒരു നോർമൽ വെബ്സൈറ്റ് ക്രിയേഷന് വേണ്ടിയുള്ള ഒരു UI UX ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയായിരിക്കും? ലൈക്ക് ഇതെങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്നാണോ ചോദിക്കുന്നത്? അതായത് ഡിസൈനിങ് എങ്ങനെ പഠിക്കുമെന്നാണോ ചോദിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോസസ് ആണോ ബ്രോ ചോദിക്കുന്നത്? ഞാൻ ആ ഡിസൈനിങ്ങിന് മുമ്പുള്ള പ്രോസസ് ആണ് ചോദിക്കുന്നത്. ഒരു കമ്പനി നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പം അവർ കുറച്ച് കാര്യങ്ങൾ തരുമല്ലോ, അപ്പൊ അത് നമ്മൾ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് നോക്കണ്ടേന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്പനി നമുക്ക് മേ ബി തരുന്നത് എനിക്ക് ഇന്ന ഒരു വെബ്സൈറ്റ് വേണം, അതിൽ ഇത്ര പേജസ് കാണും എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഈ ഫോൺ ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഐ ഗസ് ഇന്നോവിൻ ലാബ്സിലെ പ്രോഡക്റ്റ് ഡിസൈനർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാൻഡിങ് ഉണ്ട്. ആ ബ്രാൻഡിങ്ങിന്റെ ഗൈഡ് ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നത്. സോ ആ ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേയുള്ള പ്രോസസ് എന്താ പറഞ്ഞില്ല. എന്താണ് ക്ലയന്റ് നമുക്കൊരു റിക്വയർമെന്റ് ഷീറ്റ് തരും. ആ റിക്വയർമെന്റ് ഷീറ്റിൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിലൊരു റിസർച്ച് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് എമർജ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് വർക്ക് ആവും, എങ്ങനെ യൂസേഴ്സ് ഇതിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിസർച്ച് നമ്മൾ പ്രോപ്പറായി ചെയ്യുക. ആ റിസർച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഫ് എനി പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇഫ് എനി പ്രോബ്ലംസ് ഒക്കെ ആ പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞത് റിസർച്ച് ഐഡിയേറ്റ്. ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ തിങ്ക് ചെയ്ത് തുടങ്ങും. ഈ ഐഡിയേറ്റ് ചെയ്തതിന് ശേഷം ദെൻ വി സ്റ്റാർട്ട് ഡിസൈനിങ്, ദെൻ പ്രോട്ടോടൈപ്പിംഗ്, ടെസ്റ്റിംഗ്, അങ്ങനെയാണ് പോവാറ്. ആക്ച്വൽ ഡിസൈനിങ് പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രീൻസിലല്ല, ബിഫോർ സ്ക്രീൻസ് ആണ്. അതായത് ഈ പറഞ്ഞ റിസർച്ച് ഐഡിയേറ്റ് ആ ഒരു സെക്ഷനിലാണ് ആക്ച്വൽ ഡിസൈൻ നടത്തുന്നത്. ഹലോ, വേറെ ആരെയുണ്ട്? ഹലോ, സംശയം പറഞ്ഞു. ബ്രോ, ഇപ്പൊ നമ്മള് ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കേസ് സ്റ്റഡി നമ്മൾ അപ്ലോഡ് ചെയ്തില്ലയോ? ഈ പറഞ്ഞ കേസ് സ്റ്റഡീസ് പൊതുവെ വരാറ് ഈ നമ്മുടെ സ്ക്രീൻസ് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നെയാണ്. ഇത് അപ്ലോഡ് ചെയ്യത്തില്ല എന്നാണോ ചോദിച്ചത്? അതല്ല, നമ്മള് ഫൈനലായിട്ട് ഔട്ട്പുട്ട് ഡെവലപ്പറിന് കൊടുക്കത്തില്ല, അന്നേരം ഫുൾ ഡീറ്റെയിൽ അതിന്റെ ഒരു ഫോർമാറ്റിന്റെ കാര്യം ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഈ കമ്പനി സ്ട്രക്ചറിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഈ റിസർച്ച് ചെയ്ത് ഒരു ഫസ്റ്റ് ഇറ്ററേഷൻ ആകുമ്പോഴത്തേക്ക് ക്ലയന്റിന്റെ കൂടെ ഒരു മീറ്റിംഗ് ആണ്. ഈ ക്ലയന്റ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എന്താണ് ചേഞ്ചസ് ഉണ്ടെങ്കിൽ റിസർച്ച് ചേഞ്ചസ് എടുത്തിട്ട് പ്രൊഡക്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു PRD എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ ക്രിയേറ്റ് ചെയ്യും.
ഓക്കെ, ആ പേപ്പർ ആയിരിക്കും നമ്മൾ ആർക്ക് എന്റെ കമ്പനിയിൽ ഡിസൈനേഴ്സ് തന്നെയാണ് PRD ക്രിയേറ്റ് ചെയ്തത്. ആ PRD ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ പ്രോജക്ട് മാനേജറിന് കൊടുക്കും. ഈ PRD വെച്ചിട്ടായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഡിസൈനിന്റെ ഫയൽ വെച്ചിട്ടായിരിക്കും എന്താ ചെയ്യുക, ഈ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് വേണം. ഓക്കെ, അന്നേരം നമ്മൾ എക്സ്ട്രാ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ഫയൽ ഒന്നും ക്രിയേറ്റ് ചെയ്യണ്ട, ഇതിന്റെ ഡേറ്റ ആയിട്ടൊന്നും എഴുതി. ഇല്ല, ഈ ഡേറ്റ എന്ന് പറയുന്ന ഫയലാണ് ഈ PRD എന്ന് പറയുന്നത്, പ്രോജക്ട് റിക്വയർമെന്റ് ഡേറ്റ ഡോക്യുമെന്റ്. പ്രോഡക്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ് PRD എന്ന് പറയുന്നത്. ഓക്കെ ബ്രോ, താങ്ക്സ്. നെക്സ്റ്റ് അതിലുണ്ടോ? Yes. Okay, സോ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്റെ മെയിലിൽ അപ്രോച്ച് ചെയ്യാം. ഇതാണ് എന്റെ മെയിൽ ID, abhikrishnan.prof@gmail.com. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മെയിൽ അയച്ചാൽ ഇതിന് റിപ്ലൈ ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുക. Okay, thank you. So, as we come to the end of today's session on Pixel blending human creativity with AI-powered design, we hope you have gained valuable insights into how AI and human creativity can work together to drive innovation and impactful design. We extend our heartfelt thanks to Mr. Abhikrishna S. for sharing his knowledge and expertise. We also thank all the participants for your enthusiastic presence and engagement throughout the session. With that, we conclude day 7 of Asuntra. We look forward to seeing you in the upcoming sessions as we continue this journey of learning and innovation together. Thank you and have a wonderful evening ahead. Thank you.